حي على الصلاة حي على വിളിയങ്ങ് കേട്ടുകഴിഞ്ഞ എത്ര വലിയ തിരക്കാണെങ്കിലും മാറ്റിവെച്ചോ, എത്ര വലിയ ജോലിയാണെങ്കിലും മാറ്റിവെച്ചോ, അപ്പാനക്കാല് വലുതൊന്നുമില്ല. ഈ കരിങ്കല്ലത്താണിയുടെ പരിസരത്ത് പള്ളിയുടെ മുന്നിൽ എത്രയോ കടയിലിരിക്കുന്നവര്, എന്തേ മോനെ പള്ളിയിൽ പോകാത്തത്, എന്തേ സഹോദരാ പള്ളിയിൽ പോകാത്തത്, ഉസ്താദേ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോകുമ്പോ ആ സമയത്തൊരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ആരാടാ നിനക്ക് കടതുന്നത്, ആരാ നിനക്ക് കസ്റ്റമറെ തരുന്നത്, ആരാ നിനക്ക് കച്ചവടം തരുന്നത്, ആരാ നിനക്ക് പണം തരുന്നത്? ഇതെല്ലാം തരുന്നത് പടച്ച റബ്ബല്ലേ. അല്ലാഹുവിന് എടുത്തു മാറ്റാൻ കഴിവുണ്ടെന്ന് എന്തേ ചിന്തിക്കാത്തത്? ശകർതും ലഅസീദന്നകും വലൈന കഫർതും ഇന്ന അദാബി ലശദീദ്. നമസ്കരിക്കാൻ പള്ളിയിൽ പോകാത്ത നിന്നെ ഇതെല്ലാം വിറ്റുകളഞ്ഞ് അവസാനം മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ നിന്നെയും നിന്റെ ഭാര്യയെയും മക്കളെയും വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് പിരിവെടുപ്പിക്കാനും പടച്ച റബ്ബിന് കഴിവുണ്ടടാ. അതിനും അല്ലാഹുവിന് കഴിവുണ്ട്. നീ അത് മറന്നു പോകരുത്. നിനക്ക് അല്ലാഹുവിനെക്കാളും വലുത് കടയായി, കച്ചവടമായി, പണമായി, ദുനിയാവായി നിന്നെ അല്ലാഹു വെറുതെ എന്ന് വിടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമളാൻ മാസത്തിലെ ഒരു റകഅത്ത് നിസ്കരിച്ച അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിലെ ഒരു പട്ടണം തന്നെ റബ്ബ് നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.